12 വർഷം ഇപ്പോൾ ചേച്ചി പറയുണ്ടായി സിനിമ എൻ്റെ പാഷനാണ്. ഇപ്പം എബ്രഹാം സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പം ഈ പാഷനായിട്ട് ചേച്ചി സിനിമയ്ക്ക് മുന്നിലും പിന്നിലും നിൽക്കുകയാണ്. കാരണം പിന്നിൽ നിൽക്കുന്നത് എല്ലാവരും പറയാറുണ്ട്, പലരെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സിനിമ ഇനി സംവിധാനം ചെയ്യുമോ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ പറയില്ല, അഭിനയമാണ് സിനിമ എന്ന മേഖലയിൽ ഏറ്റവും സുഖമുള്ള ജോലി അഭിനയമാണെന്ന് പറയും. എന്നിട്ടും ചേച്ചി അത് മാത്രം എടുക്കാതെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പ്രൊഡ്യൂസർ ജോലി എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു 12 വർഷത്തെ? അയ്യോ, 12 വർഷത്തെ നോക്കി കാണുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൈകൂപ്പ എൻ്റെ പൊന്നോ, ഇതുപോലൊരു ഗതി ആർക്കും വരരുത് എന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അഭിനയിക്കാൻ വേണ്ടി മാത്രം വന്ന് പുറത്തുള്ള സിനിമകളിൽ അഭിനയിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൈകൂപ്പേണ്ടി വരില്ല. അതെ, കുറച്ച് നാൾ അഭിനയിച്ച അവസരം ഇല്ലാതായി വീട്ടിൽ പോയിരിക്കണ ഒരു നടിയായിട്ട് ഞാൻ ഇരുന്നേനെ. പക്ഷെ ഞാനിപ്പം പ്രൊഡക്ഷനിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. അതാണ് ഒരു സാധനം. ഒരു വെറുതെ ഒരു നടിയായിട്ട് ഇരിക്കുന്ന ആൾക്കറിയുന്നേക്കാൾ കൂടുതൽ സിനിമ എന്താണെന്നും സിനിമയ്ക്കുള്ളിലെ ബുദ്ധിമുട്ടുകൾ, സിനിമയിൽ എങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു എന്നും, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാം നമ്മുടെ കൈ കൂടെയാണ് പോകുന്നത്. അപ്പം എല്ലാം അറിയാവുന്ന ഒരാൾ. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ഞാനിടുന്ന പോസ്റ്റിന് താഴെ വന്ന് പരിഹസിക്കുന്നവരോട് എനിക്ക് ജസ്റ്റ് സൈലൻസ് എന്നേ ഉള്ളൂ. കാരണം അവർക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല മക്കളെ, സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. സിനിമ എന്താണെന്നും സിനിമ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്നതെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളോട് എനിക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല, അറിയാത്തോണ്ട്. ഇപ്പൊ സിനിമാ വ്യവസായം ഭയങ്കര പ്രതിസന്ധിയിലാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പം ഈ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം കൂട്ടുന്നു അങ്ങനെ വരുന്നു. അപ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ട് ഈ താരങ്ങൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം കുറയ്ക്കേണ്ടി വരണം, അങ്ങനെ തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് എപ്പോഴെങ്കിലും? അങ്ങനെ കുറയ്ക്കേണ്ടി വരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ കുറയ്ക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, താരങ്ങൾ അവിടെ ജനിക്കുന്നത് എങ്ങനെയാണ്, ഒരു താരം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഒരു സിനിമയുടെ വിജയത്തോടുകൂടി, ഒരു വിജയിക്കുന്നതോടുകൂടി. അപ്പോൾ ആ താരം അവർ അഭിനയിച്ച അതേ പൈസയിൽ നിന്ന് ആ താരത്തിൻ്റെ വാല്യൂ അവിടെ പോയി. അവർ വാല്യൂ കൂട്ടുമ്പോഴാണ് താരമൂല്യം എന്ന് പറയത്തില്ല, മൂല്യം കിടക്കുന്ന എവിടെയാണ്, ഈ സിനിമയുടെ വിജയത്തിനൊപ്പം അവർ വാങ്ങിക്കുന്ന ഒരു എമൗണ്ടിലും മൂല്യമുണ്ട്. മൂല്യം എന്ന് ഉദ്ദേശിക്കുന്ന ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആണ്. അല്ലാണ്ട് വിജയിക്കുന്നതുകൊണ്ട് മാത്രം മൂല്യം എന്ന് പറയാൻ പറ്റില്ല. അവർ പിന്നെ അടുത്ത സിനിമയ്ക്ക് വാങ്ങുന്ന റെമ്യൂണറേഷനും പിന്നെ അവരുടെ സിനിമകൾക്ക് സാറ്റലൈറ്റ് ആൻഡ് OTT റൈറ്റ്സ് കൊടുക്കുന്ന ഒരു മൂല്യമുണ്ടല്ലോ, അവിടെയാണ് ഒരു താരം ജനിക്കുന്നത്. ആ താരം അവിടെ ജനിച്ച് വൺസ് ഒരു താരം ജനിച്ചാൽ ആ താരം വെട്ടിത്തിളങ്ങി അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ആ മൂല്യം കൂട്ടിക്കൊണ്ടേയിരിക്കണം. അവിടെയാണ്. അപ്പം വേറെ താരങ്ങൾ താഴെ പോവും, ആ മൂല്യം കൂട്ടുന്ന താരം മുകളിൽ വരും. അപ്പം ഇതൊരു ഇങ്ങനെ ഒരു കോമ്പറ്റീഷനാണിത്. അപ്പം ആ താരമൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഭയങ്കര ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിൽ ഒരു ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ കിട്ടി ശമ്പളം കൂട്ടി പോകുന്ന, അല്ലെ എൻ്റെ ബ്രദർ ഒരു എന്താ പറയുക ഒരു പ്രൊഫസറാണ്, പുള്ളിക്ക് ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ ശമ്പളം ഇൻക്രിമെൻ്റ് കിട്ടും. അതുപോലല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ഇതിനകത്ത് നമ്മൾ ഭയങ്കര എന്താ പറയുക ബുദ്ധിപൂർവ്വം നിന്ന് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ താരങ്ങളും ജനിക്കുള്ളൂ, ഇതെല്ലാം ഉണ്ടാവും. നിന്ന് പോകും.